ഹലോ, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദി രാസ് എന്ന് പറയുന്ന നമ്മുടെ സ്പോക്കൺ ഹിന്ദി ചാനലിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരു ഒരു ജേണിയിലാണ് നമ്മളിപ്പോൾ. സ്പോക്കൺ ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ജേണിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി ഒരു ക്ലാസ് ആണ് ഇപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ട്, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനിയും തുടർന്നും വീഡിയോ ഇടാനും ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ എനിക്ക് വലിയ പ്രചോദനം നൽകുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് ശരിക്കും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് തരുന്നത്. അതിന് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇത്രയും സപ്പോർട്ടിന് തീർച്ചയായിട്ടും ഞാനും നിങ്ങൾക്ക് തിരിച്ച് ഒരു റിട്ടേൺ എന്ന രീതിയിൽ നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. നമ്മളതിൽ ഡെയിലി ആജ് കാ വിചാർ ഇടാറുണ്ട്. ഇനിയൊരു ഇടയ്ക്കൊക്കെ ലൈവ് സെഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോമൺലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പം നമുക്കതെന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പം ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ബിലീവ് മീ, എന്നൊന്ന് വിശ്വസിക്കുക. ബിലീവ് മീ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? മേരാ യക്കീൻ കരോ, മേരാ യക്കീൻ കരോ. യക്കീൻ മീൻസ് ട്രസ്റ്റ്, ബിലീവ് എന്നുള്ള അർത്ഥത്തിലാണ്. അതേമാതിരി തന്നെ മലയാളത്തിൽ വിശ്വാസം എന്ന് നമ്മൾ പറയും. അതേ വേർഡ് തന്നെ നമുക്ക് എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? വിശ്വാസ് കീജിയേ, മേരാ യക്കീൻ കരോ അല്ലെങ്കിൽ മേരാ വിശ്വാസ് കീജിയേ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ തിരക്കാണെങ്കിൽ നമ്മൾ എന്താ പറയുക? കോൾ മീ ബാക്ക് അല്ലേ? പ്ലീസ് കോൾ മീ ബാക്ക് എന്ന് പറയും. മുझे വാപ്പിസ് കോൾ കരോ, മുझे വാപ്പിസ് കോൾ കരോ, എന്നെ തിരിച്ച് വിളിക്കൂ. മുझे വാപ്പിസ് കോൾ കരോ. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുക, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഡു മീ എ ഫേവർ, ഡു മീ എ ഫേവർ, മേരി മദദ് കരോ, മേരി മദദ് കരോ, മേരി മദദ് കരോ. ഇനി നമ്മൾ പറയണം ഐ ഡോണ്ട് മീൻ ഇറ്റ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഐ ഡോണ്ട് മീൻ ഇറ്റ്, മേരാ യഹ് മത്ലബ് നഹി ഹൈ, മേരാ യഹ് മത്ലബ് നഹി ഹൈ, മേരാ യഹ് മത്ലബ് നഹി ഹൈ. പെട്ടെന്ന് തന്നെ തരാം. ഇപ്പം ആരെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പുസ്തകം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അവരെന്താ പറയുക? പെട്ടെന്ന് തന്നെ തരാം എന്നല്ല പറയുക. ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് സൂൺ ആസ് പോസിബിൾ, ജിത്തന മുംകിൻ ഹോ, ജിത്തന മുംകിൻ ഹോ. ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മുझे समझ नहीं आता, मुझे समझ नहीं आता. ഇനി ഐ ഡിഡിൻറ്റ് എന്നുള്ളതാണെങ്കിലോ മുझे समझ में नहीं आया. ഓക്കെ, പാസ്റ്റിൽ ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്, मुझे समझ में नहीं आया. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, मुझे समझ नहीं आता. Absolutely not, absolutely not, बिल्कुल नहीं, बिल्कुल नहीं. absolutely not എന്ന് വെച്ചാൽ, absolutely എന്ന് പറഞ്ഞാൽ ബിൽക്കുൽ, നോട്ട് നമുക്കറിയാം നഹി എന്നാണ്. അപ്പം absolutely not, ബിൽക്കുൽ നഹി. ഹൗ മച്ച്, ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പൈസയാണ് ചോദിക്കുക അല്ലേ? എത്ര രൂപയായി? കിത്തനെ പൈസേ ഹുവേ ഹെ, കിത്തനെ പൈസേ ഹുവേ. ഹൗ മച്ച്, കിത്തനെ പൈസേ ഹുവേ. ഡോണ്ട് ലൂസ് ഹോപ്പ്, എന്താണ്? ഡോണ്ട് ലൂസ് ഹോപ്പ്, നീ എൻ്റെ ട്രസ്റ്റ് വിടല്ലേ, എൻ്റെ വിശ്വാസം വിടല്ലേ. എങ്ങനെ പറയാം? ഹിമ്മത്ത് മത് ഹാരോ, ഹിമ്മത്ത് മത് ഹാരോ. വാട്ട് ഈസ് ദ ടൈം, സമയം എന്തായിടോ? ബസ് വരാനായോ എന്നൊന്നും അറിയില്ല, സമയം എന്തായിടോ അല്ലേ? സമയം എന്തായി? വാട്ട് ഈസ് ദ ടൈം. എങ്ങനെ ചോദിക്കാം? സമയ കിത്തന ഹുവാ ഹേ, സമയ കിത്തന ഹുവാ ഹേ. ഐ ക്യാൻ സേ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഐ ക്യാൻ സേ,
मैं नहीं कह सकता, എനിക്ക് പറയാൻ പറ്റുന്നില്ല. मैं नहीं कह सकता. നോ ഐഡിയ, എനിക്കൊരു ഐഡിയ ഇല്ലടോ, എന്താ ലൈഫ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നോ ഐഡിയ. എന്താണ്? കൊയ് അന്താസ നഹി, അല്ലെങ്കിൽ കൊയ് പത്താ നഹി. കൊയ് അന്താസ നഹി അല്ലെങ്കിൽ പത്താ നഹി. ഇറ്റ്സ് ടു ലേറ്റ്, ഒരുപാട് വൈകിപ്പോയടോ. ബഹുത്ത് ദേർ ഹോ ഗയി, ബഹുത്ത് ദേർ ഹോ ഗയി. ഹറിയപ്പ്, വേഗം ആവട്ടെ. ഹറിയപ്പ്, എന്താ പറയുക? ജൽദി കരോ. എന്താണ്? ജൽദി കരോ. വൈ നോട്ട്? ക്യൂ നഹി. പിന്നെന്താ? വൈ നോട്ട്? ക്യൂ നഹി. എന്താണ്? വൈ നോട്ട്? ക്യൂ നഹി. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് വേർഡ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു വേർഡ്സൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരുന്നു ഹിന്ദിയിൽ നിന്നൊന്ന് പഠിക്കാൻ ശ്രമിക്കുക, ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോസ് വെറുതെ കേൾക്കരുത്. ഒരു പേനയും പെന്നും ബുക്കും എടുത്തിട്ട് ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്കിതൊരു റെഫറൻസ് ആയിട്ട് സ്പോക്കൺ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ട്ബുക്ക് നിങ്ങൾ വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം ആഡ് ഓൺ ചെയ്ത് എഴുതി വെക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഏത് കോഴ്സ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും മുടങ്ങാതെ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്, എനിക്ക് പനിയായിട്ട് കൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് നിങ്ങളുടെ ഒരു ദിവസത്തെ പഠനം മുടങ്ങരുത് എന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുകയും പഠിക്കുകയും ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.